ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അധികാരത്തിന്റെ അമിത കേന്ദ്രീകരണത്തിലൂടെയും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ഉപയോഗത്തിലൂടെയും സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന BJP കേവലം തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വം നിലനിർത്താൻ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ആയുധമാക്കുന്നു എന്നത് ഗൗരവകരമാണ്. ഒരു വശത്ത് വികസനത്തിന്റെയും ദേശീയതയുടെയും മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ മറുവശത്ത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കുന്ന തരത്തിലുള്ള അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ED, CBI, ഇൻകം ടാക്സ് വകുപ്പുകൾ എന്നിവയുടെ സമീപകാല പ്രവർത്തനങ്ങൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. തിരഞ്ഞെടുപ്പ് വേളകളിലും പ്രതിപക്ഷ ഐക്യനീക്കങ്ങൾക്കിടയിലും നിരന്തരം പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള റെയ്ഡുകളും അറസ്റ്റുകളും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. എന്നാൽ അതിശയകരമായ മറ്റൊരു കാര്യം, അന്വേഷണം നേരിടുന്ന നേതാക്കൾ BJPയിലേക്ക് കൂറുമാറുന്ന നിമിഷം ഈ കേസുകളെല്ലാം തന്നെ മരവിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അഴിമതിക്കാരൻ പെട്ടെന്ന് ക്ലീൻ ചിറ്റ് കിട്ടുന്ന ആളായി മാറുകയും ചെയ്യുന്നു. ഇത് നിയമവ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും. BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഭരണസ്തംഭനമുണ്ടാക്കുന്ന രീതി ഫെഡറൽ സംവിധാനത്തിന് വലിയ ഭീഷണിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ജനവിധിയെ അവഹേളിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. കൂടാതെ പ്രതിപക്ഷ MLAമാരെ വിലക്കെടുത്ത് സർക്കാരുകളെ അട്ടിമറിക്കുന്ന രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധാർമികതയാണ് തെളിയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലൂടെ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൽ BJP നേടിയ അമിത മേധാവിത്വം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തുല്യമായ അവസരം നിഷേധിക്കുന്നതാണ്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെ ഭയപ്പെടുത്തിയോ സ്വാധീനിച്ചോ തങ്ങളുടെ വരുതിയിലാക്കാൻ BJP ഭരണകൂടത്തിന് ഇതിനകം സാധിച്ചിട്ടുണ്ട്. വിയോജിക്കുന്ന ശബ്ദങ്ങളെ ദേശവിരുദ്ധമെന്ന് മുദ്രകുത്തി നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളെ ഇല്ലാതാക്കും. കൂടാതെ വികസന ചർച്ചകൾക്ക് പകരം മതാടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം നടത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് പാർട്ടിയുടെ ശ്രമം. വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും രാഷ്ട്രീയമായി തഴയുന്നതും തീവ്ര ഹിന്ദുത്വ അജണ്ടകൾക്ക് മുൻഗണന നൽകുന്നതും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിന് വിരുദ്ധമാണ്. അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഉത്തരവാദിത്തമാണ്, അല്ലാതെ വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള കരുത്തല്ല. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനും ജനാധിപത്യം സുതാര്യമായി നിലനിർത്താനും ശക്തമായ പ്രതിരോധം അനിവാര്യമാണ്. അധികാര കേന്ദ്രീകരണവും വിയോജിപ്പുകളോടുള്ള അസഹിഷ്ണുതയും തുടർന്നാൽ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏകാധിപത്യത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. Like, share, subscribe.